ഷാലോം ടിവിയുടെ സ്കൂൾ ടൈം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ഞങ്ങളുടെ മണപ്പുറം സെന്റ് തെരേസാസ് ഹൈസ്കൂൾ. സ്കൂളിൻ്റെ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കുമൊക്കെ നമുക്കൊന്ന് കടന്നു ചെല്ലാം. പടിഞ്ഞാറ് അറബിക്കടലിനും കിഴക്ക് വേമ്പനാട്ട് കായലിനും ഇടയിലുള്ള കരപ്പുറം എന്ന ചേർത്തലയിലെ മണപ്പുറം എന്ന സുന്ദര ഗ്രാമത്തിൻ്റെ ചരിത്രം മാത്രമല്ല, CMI സന്യാസാശ്രമത്തിൻ്റെയും കൂടി ചരിത്രമാണ്. ജീവിതത്തെ സംസ്കാരസമ്പന്നമാക്കാൻ വിദ്യാഭ്യാസത്തിനേ കഴിയൂ എന്ന വിശാല വീക്ഷണത്തിലൂടെ വിശുദ്ധ ചാവറയച്ചൻ തുടങ്ങിവെച്ച വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ആദ്യപടിയെന്ന രീതിയിലാണ് മണപ്പുറത്ത് വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ നാമത്തിൽ മണപ്പുറം CMI ആശ്രമത്തോട് ചേർന്ന് 1938 പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്നതിനായി CMI വൈദികർ പ്രൈമറി സ്കൂൾ സ്ഥാപിച്ചത്. വിശുദ്ധ കൊച്ചു ത്രേസ്യയ്ക്ക് വന്ദനം നൃത്തരൂപത്തിൽ അവതരിപ്പിക്കുന്നു കൃതിക TP ആൻഡ് ടീം. ചെറുസൂനമേ സ്വർഗീയ രാജ്ഞി തൻ ചെറുപുഷ്പമേ, ലിസിവിൻ റാണി ചെറുസൂനമേ സ്വർഗീയ രാജ്ഞി തൻ ചെറുപുഷ്പമേ, കർമ്മലാരാമത്തിൻ ലാവണ്യമേ, കർമ്മലാരാമത്തിൻ ലാവണ്യമേ, വാഴ്ത്തുന്നു നിന്നെ ഞങ്ങൾ അമ്മേ, വണങ്ങുന്നു നിന്നെ ഞങ്ങൾ. ഭാഗ്യവതി ചെറുപുഷ്പമേ പുണ്യവാം കൊച്ചു ത്രേസ്യേ, ഭാഗ്യവതി ചെറുപുഷ്പമേ പുണ്യവാം കൊച്ചു ത്രേസ്യേ, നിന്നുടെ മക്കൾക്കായെന്നും പ്രാർത്ഥിച്ചിടണമേ, നിന്നുടെ മക്കൾക്കായെന്നും പ്രാർത്ഥിച്ചിടണമേ. ഉണ്ണീശോതൻ ചെറുസൂനമേ സ്വർഗീയ തേജസിൻ ചൈതന്യമേ, ഉണ്ണീശോതൻ ചെറുസൂനമേ സ്വർഗീയ തേജസിൻ ചൈതന്യമേ, ശാന്തിയും കാന്തിയും നിറഞ്ഞവളെ നമിക്കുന്നു നിന്നെ ഞങ്ങൾ, വിശുദ്ധേ പുകഴ്ത്തുന്നു നിന്നെ ഞങ്ങൾ. ഭാഗ്യവതി ചെറുപുഷ്പമേ പുണ്യവാം കൊച്ചു ത്രേസ്യേ, ഭാഗ്യവതി ചെറുപുഷ്പമേ പുണ്യവാം കൊച്ചു ത്രേസ്യേ, നിന്നുടെ മക്കൾക്കായെന്നും പ്രാർത്ഥിച്ചിടണമേ, നിന്നുടെ മക്കൾക്കായെന്നും പ്രാർത്ഥിച്ചിടണമേ.
നിർമ്മല മാനസി ചെറുസൂനമേ അഴകാർന്നൊരാത്മാവിൻ സൗന്ദര്യമേ സൗമ്യത ശുദ്ധിയും തികഞ്ഞവളെ നമിക്കുന്നു നിന്നെ ഞങ്ങൾ വിശുദ്ധേ പുകഴ്ത്തുന്നു നിന്നെ ഞങ്ങൾ ലിസ്സിവിൻ റാണി ചെറുസൂനമേ സ്വർഗീയ രാജ്ഞി തൻ ചെറുപുഷ്പമേ ലിസ്സിവിൻ റാണി ചെറുസൂനമേ സ്വർഗീയ രാജ്ഞി തൻ ചെറുപുഷ്പമേ കർമ്മലാരാമത്തിൻ ലാവണ്യമേ കർമ്മലാരാമത്തിൻ ലാവണ്യമേ വാഴ്ത്തുന്നു നിന്നെ ഞങ്ങൾ അമ്മേ വണങ്ങുന്നു നിന്നെ ഞങ്ങൾ ഭാഗ്യവതി ചെറുപുഷ്പമേ പുണ്യവാം കൊച്ചു ത്രേസ്യേ ഭാഗ്യവതി ചെറുപുഷ്പമേ പുണ്യവാം കൊച്ചു ത്രേസ്യേ നിന്നുടെ മക്കൾക്കായെന്നും പ്രാർത്ഥിച്ചിടണമേ നിന്നുടെ മക്കൾക്കായെന്നും പ്രാർത്ഥിച്ചിടണമേ ലിസ്സിവിൻ റാണി ചെറുസൂനമേ സ്വർഗീയ രാജ്ഞി തൻ ചെറുപുഷ്പമേ സ്കൗട്ട് ഗൈഡ്സ്, ലിറ്റിൽ കൈറ്റ്സ് തുടങ്ങിയ കൂട്ടായ്മകളിലൂടെ കുട്ടികൾ നേടുന്ന മാനസിക വികാസം നിസ്തുലമാണ്. ഇതാണ് നമ്മുടെ സ്കൂളിന്റെ സ്കൗട്ട് അംഗങ്ങൾ. അജു സാറാണ് അവരുടെ ക്യാപ്റ്റൻ. നമ്മുടെ സ്കൂളിന് വേണ്ടി അജു സാറിന്റെ നേതൃത്വത്തിൽ അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് അവരുടെ അടുത്തുനിന്ന് പോയിട്ട് വരാം. എൻ്റെ പേര് അജു ഡേവിസ്. ഞാനാണ് ഈ സ്കൂളിലെ സ്കൗട്ട് മാസ്റ്റർ. 32ഓളം കുട്ടികൾക്ക് സ്കൗട്ടിങ്ങിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. BP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സർ റോബർട്ട് സ്റ്റീഫൻസൺ സ്മിത്ത് ബേഡൻ പൗലാണ് സ്കൗട്ട് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ. കുട്ടികളിൽ അച്ചടക്കം, നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള താല്പര്യം, ഇതെല്ലാം വളർത്തിയെടുക്കാനായിട്ട് ഈ സ്കൗട്ട് പ്രസ്ഥാനം കൊണ്ട് കുട്ടികൾക്ക് സാധിക്കുന്നു. ഈ വർഷം സംസ്ഥാന തലത്തിൽ നടന്ന സെൽഫി കോൺടെസ്റ്റിൽ 1ാം സ്ഥാനം നമ്മുടെ സ്കൂളിനെ കരസ്ഥമാക്കാനും രാജസ്ഥാനിൽ വെച്ച് നടന്ന നാഷണൽ ലെവലിലുള്ള ജാംബൂരി മത്സരത്തിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് 2 കുട്ടികൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. പള്ളികൾക്കൊപ്പം പള്ളിക്കൂടം എന്ന ആഹ്വാനത്തിലൂടെ സമൂഹത്തെ പ്രകാശത്തിലേക്ക് നയിച്ച വിശുദ്ധ ചാവറ പിതാവിൻ്റെ ലഘുജീവചരിത്രം പുണ്യ തേജസ്. ആരോ വരുന്നുണ്ടല്ലോ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ വരുന്ന വഴിയാണോ? ഒത്തിരി നാളായി എന്റെ ഇളയമ്മ ഒന്ന് കണ്ടിട്ട്. ഇളയമ്മയെ കണ്ടുവരുന്ന വഴിയാ. ആരാ ഈ തങ്കക്കുടം? ഇവനാ എന്റെ ഇളയ മോൻ. ഇവൻ എന്തോരം പഠിച്ചു? എന്റെ അച്ഛോ, എന്നാ പറയാനാ, ഇവിടെ ആകെ കളരി പഠനമല്ലേ ഉള്ളൂ. അവൻ കളരിയിൽ പോയി 5 വർഷം പഠനം പൂർത്തിയാക്കി. അത്യാവശ്യത്തിനുള്ള അറിവൊക്കെ ആയി. ഇവൻ പള്ളിയിലൊക്കെ പോകാറുണ്ടോ? അവൻ അതാണ് ഏറ്റവും വലിയ സന്തോഷം. പ്രഭാതത്തിൽ ഉണർന്നാലുടൻ അവന്റെ ആദ്യത്തെ ചിന്ത പള്ളിയിലെത്താനാ. ശേഷിയില്ലാത്തൊരു പ്രായം മുതൽ തക്സച്ചുമന്നു നടക്കുവാൻ
അവന്റെ മുഖം കണ്ടാലതറിയാം. എത്ര സുന്ദരമാവതനം, ദിവ്യപ്രകാശമാണാ മുഖത്ത്. സെമിനാരിയിൽ ചേർന്നു പഠിച്ചിടുവാൻ പോരുന്നോ മകനെ നീ കുര്യാക്കോസേ. ഇവനെ ഞാൻ പഠിപ്പിക്കും. എന്റെ കൂടെ പള്ളിപ്പുറത്തുള്ള സെമിനാരിയിലേക്ക് ഞാൻ കൊണ്ടുപോവാം. ആട്ടെ, നിനക്ക് അച്ഛനാകാൻ ഇഷ്ടമാണോ മോനെ? ഒരുപാട് ഇഷ്ടമാണ് അച്ഛാ. എങ്കിൽ കുര്യാക്കോസേട്ടാ, ഞാൻ അവനെ കൊണ്ടുപോവാ. എന്നാ അച്ഛാ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. ഈ വീടിന്റെ വിളക്കാണവൻ. എന്റെ മറിയാമ്മ ചെടുത്തി, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ദൈവം നിശ്ചയിച്ചത് നടക്കട്ടെ. പള്ളിയിൽ എല്ലാവരും എത്തുന്നതിന് മുമ്പ് എന്റെ കുട്ടൻ പോകും. പള്ളിയിൽ മണിയടിക്കാൻ, ധൂപക്കുറ്റിയിൽ തീ പിടിപ്പിക്കുവാൻ, അൾത്താരയിൽ പുഷ്പങ്ങൾ ചാർത്തുവാൻ, കുർബാനയിൽ സഹായിക്കുവാൻ. അന്നേ എന്റെ മനസ്സിലുണ്ടായിരുന്നു ഇവനൊരു വൈദികനാകുമെന്ന്. പക്ഷേ ഒരു പക്ഷേയുമില്ല. കുര്യാക്കോസ് സെമിനാരിയിൽ ചേരും. ഏറ്റവും അടുത്ത ദിവസം തന്നെ. നന്ദി അച്ഛാ, നന്ദി. എന്റെ സ്വപ്നം പൂവണിഞ്ഞു. അപ്പാ, അമ്മേ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മോനെ, സർവശക്തനായ ദൈവം നിന്നെ തുണയ്ക്കട്ടെ. ഒന്നും ആ കരിങ്കോടി സർപ്പം ഞങ്ങൾ ഉപദ്രവിച്ചു. എന്റെ ആടുകളെയും കോഴികളെയും ദിനംപ്രതി തിന്നുമുട്ടുകയാണ്. ഇക്കണക്കിന് പോയാ ഇനി നമ്മൾ എന്തു ചെയ്യും? ആരാണ് നമ്മെ രക്ഷിക്കാൻ വരിക? നിത്യവും ആടുകൾ കോഴികളെ കൊന്നൊടുക്കുന്നു കരിങ്കോളി സർപ്പം. അവരെ പിടിച്ചു വക വരുത്താൻ വൈകാതെ പോംവഴി കണ്ടിടണം. ഇനി ഇവ മനുഷ്യരെയും വെറുതെ വിടില്ല. ഞാൻ പോകുന്നു, എനിക്ക് പേടിയാവുന്നു. ഞാനും വരാം. അച്ചോ, ആ വഴി വളരെ മോശമാണ്. ഇവിടെ ഒരു കരിങ്കോളി സർപ്പമുണ്ട്. നാട്ടുകാരൊക്കെ പറയുന്നത് ഈ മലയിൽ മനുഷ്യരെ പിടിക്കുന്ന പാമ്പുണ്ടെന്നാ. അച്ചോ, എന്റെ പൊന്നച്ചോ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. എന്താ സഹോദര, ഇങ്ങനെ പേടിച്ചാലോ? കാടിനകത്തൊരു സർപ്പം, കഥയറിയാത്തൊരു സർപ്പം. കാടിനകത്തൊരു സർപ്പം, കഥയറിയാത്തൊരു സർപ്പം. കണ്ണും പല്ലും നാക്കും നീട്ടി മനുഷ്യരെ കൊല്ലുന്നൊരു സർപ്പം. കണ്ണും പല്ലും നാക്കും നീട്ടി മനുഷ്യരെ കൊല്ലുന്നൊരു സർപ്പം. സഹോദരൻ വിഷമിക്കണ്ട. അല്പനേരം മാതാവിനോട് പ്രാർത്ഥിക്കൂ. ശരി അച്ചോ. നന്മ നിറഞ്ഞ മറിയമേ, തമ്പുരാന്റെ അമ്മേ. അയ്യോ, കരിങ്കോളി സർപ്പം. ഓടിക്കോ, ഓടിക്കോ. ഭയക്കാതെ, ഭയക്കാതെ. എന്റെ പൊന്നു മാതാവേ, എന്റെ അമ്മേ.
അച്ഛോ, സർപ്പം അച്ഛനെ വല്ലതും ചെയ്തോ? ഇല്ല, ഒന്നും സംഭവിച്ചില്ല. എന്റെ മാതാവേ, അമ്മയാണ് ഞങ്ങളെ രക്ഷിച്ചത്. ചാവറേച്ചന്റെ പ്രാർത്ഥനയാൽ അമ്മ നമ്മെ രക്ഷിച്ചു. അതെ, എല്ലാം അമ്മയുടെ അത്ഭുതം. കേരളക്കരയിലെന്നാദ്യമായി വിദ്യയൊരുക്കി പുണ്യവാൻ മാനാനത്തന്നൊരു സംസ്കൃതശാലയും തുടങ്ങിയല്ലോ പുണ്യവാൻ. പള്ളിതൻ കൂടൊരു പള്ളിക്കൂടം സ്ഥാപിതമാക്കുവാൻ കൽപ്പനയായി വിദ്യകൾ പലതും പകർന്നിടാൻ പള്ളിക്കൂടങ്ങൾ പെരുകി വന്നു. വിദ്യതൻ ദീപം തെളിച്ചു തന്ന പുണ്യപിതാവേ നമിച്ചിടുന്നു. വിദ്യതൻ ദീപം തെളിച്ചു തന്ന പുണ്യപിതാവേ നമിച്ചിടുന്നു. അക്ഷരലോകത്ത് വിദ്യ പകർന്നിടാൻ ദളിതർക്കായാലയം നീ തീർത്തു. അക്ഷരലോകത്ത് വിദ്യ പകർന്നിടാൻ ദളിതർക്കായാലയം നീ തീർത്തു. വിശപ്പകറ്റിടാൻ ഭോജനം നൽകിയ വിശപ്പകറ്റിടാൻ ഭോജനം നൽകിയ ചാവറധന്യ പിതാമഹൻ. അക്ഷരലോകത്ത് വിദ്യ പകർന്നിടാൻ ദളിതർക്കായാലയം നീ തീർത്തു. വിശപ്പകറ്റിടാൻ ഭോജനം നൽകിയ ചാവറധന്യ പിതാമഹൻ. എന്റെ കുമ്പസാരക്കാരൻ എവിടെ? എന്റെ ദൈവമേ, അങ്ങാണ് എന്റെ ഓഹരി. ലയോപോൾഡ് മൂപ്പച്ച, എന്നെ അന്ത്യയാത്രയ്ക്ക് ഒരുക്കൂ. എന്നെ കൊണ്ടാവില്ലച്ചോ, അങ്ങേക്ക് അന്ത്യകുദാശ തരുവാൻ എനിക്ക് കഴിയില്ല. എങ്കിൽ വികാരി അച്ഛൻ തരട്ടെ, എനിക്ക് കൂടി ചൊല്ലാമല്ലോ. വിളിക്കുന്നു പോയിടുന്നു എൻ പാദസന്നിധി പൂകിടുന്നു. എൻ ഹൃത്തിനാശകൾ പൂവണിഞ്ഞു. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം നിത്യവും ഞാൻ. പോകാൻ സമയമായി. ദാ എന്റെ മാതാപിതാക്കൾ, ഈശോ മറിയം ഔസേപ്പ് എന്ന മഹാകുടുംബത്തെ ഹൃദയത്തിൽ കാത്ത എന്നെ അനുഗ്രഹിക്കാൻ ദാ അവരെന്റെ സമീപത്ത്. മാമോദീസായിൽ എനിക്ക് കിട്ടിയ ദൈവേഷ്ടപ്രസാദത്തെ നഷ്ടപ്പെടുത്താൻ ഒരിക്കലും ഇടയായിട്ടില്ല. എനിക്കിപ്പോ സന്തോഷവും സമാധാനവും.
പൊലിഞ്ഞു പോയ താരം മിന്നി മറഞ്ഞു പോയി ദൂരെ എന്നെന്നും മാനവ മാനസത്തിൽ ദീപമായി തെളിയും താതൻ. കരയാതെ ചാവറ ഏലിയസച്ചന്റെ നൊവേന ചേച്ചി ചൊല്ലിത്തരാം. എന്റെ ചാവറ കുര്യാക്കോസ് അച്ഛാ, എന്നെ എന്തിനെങ്ങനെ നീ പരീക്ഷിക്കുന്നു? എനിക്ക് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിക്കണേ. എന്റെ ഈ കാലുകൾ വെച്ച് നടക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മോനെ, ചേച്ചി, എന്റെ കാല് ഇതാ നിവർന്നു വരുന്നു. എന്റെ ദൈവമേ, എന്റെ ചാവറയച്ചന്റെ അനുഗ്രഹം. ഹായ്, ഞാൻ നടക്കുന്നു. അമ്മേ, സ്വർഗീയ ഗേഹത്തിൽ ഒന്നു ചേർന്ന് ആരാധിക്കാം, പാടി വാഴ്ത്താം. സ്വർഗീയ